പാർലമെന്റിൽ ഉറച്ച ഭൂരിപക്ഷം, കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾ, പൂർണ്ണമായും ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളും സ്വതന്ത്ര സ്ഥാപനങ്ങളും, ലോകം ചുറ്റിക്കറങ്ങി ആഗോള നേതാക്കൾക്കൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനുള്ള അവസരം, എതിർക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ പോലും അവസരം ലഭിക്കുന്നില്ല എന്നുറപ്പാക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇതിനെല്ലാം പുറമെ ഒത്തൊരുമയില്ലാത്തൊരു പ്രതിപക്ഷം, മൊത്തത്തിൽ ഒന്നിനെയും പേടിക്കാനില്ലാത്ത വിധം ഒരു പ്രധാനമന്ത്രി. പക്ഷേ ഇന്ന് ഡൽഹിയുടെ തെരുവുകളിൽ ആ അധികാരം വിറക്കുകയാണ്. അതെ, നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും ഇന്ന് എന്തോ ഒന്നിനെ ഭയപ്പെടുന്നു. പ്രതിപക്ഷത്തെ പൂർണ്ണമായും അടിച്ചമർത്തി എന്ന് കരുതിയ ഇടത്തു നിന്നാണ് ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് യുവാക്കൾ ജന്തർ മന്ദറിലേക്ക് ഇരച്ചു കയറിയത്. ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തത്തെയും കണക്കുകളെയും കുറിച്ച് ധീരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന യുവത്വം, തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചകൾ, നീറ്റ് പരീക്ഷാ തട്ടിപ്പുകൾ, സോനം വാങ്ചുങ് ലഡാക്കിൻ്റെ അവകാശങ്ങൾക്കായി നടത്തിയ നിരാഹാര സമരം, ഇവയെല്ലാം അവഗണിക്കപ്പെട്ട ആ നിമിഷം മുതലാണ് പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ വ്യാപിക്കാൻ തുടങ്ങിയത്. ഡൽഹിയിലെ ജന്തർ മന്ദറിലും മുംബൈയിലെ അംബേദ്കർ സമാധിയിലും തുടങ്ങി രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ പ്രതിഷേധം പടർന്നു പന്തലിച്ചു. തെരുവിൽ നീതിക്കായി നിലവിളിച്ച പതിനായിരക്കണക്കിന് യുവാക്കളുടെ ശബ്ദം പൂർണ്ണമായും കണ്ടില്ലെന്ന് നടിച്ച ഭരണകൂടം പോലീസിനെയും അർദ്ധസൈനിക വിഭാഗത്തെയും ഉപയോഗിച്ച് അവരെ ക്രൂരമായി അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ചൂണ്ടി അതികഠിനമായി ക്രൂരമായി അവരെ തല്ലിച്ചതച്ചു. നിരാഹാരത്തിലിരുന്ന സോനം വാങ്ചുങ്ങിനെ ബലമായി അവിടെ നിന്ന് മാറ്റി. പ്രതിഷേധിക്കുന്ന യുവത്വത്തിന് പിന്തുണയുമായി തെരുവിലിറങ്ങിയ മുതിർന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പോലും പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. എന്നാൽ തൊട്ടടുത്ത് യുവാക്കളുടെ ഈ രോഷവും ക്രൂരമായ പോലീസ് നടപടികളും നടക്കുന്ന സമയം ഇതിനെയെല്ലാം പൂർണ്ണമായും അവഗണിച്ച് ഒരു റോക്കറ്റ് വിക്ഷേപിച്ച 2 യുവാക്കളെ പ്രശംസിച്ചു സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്തുകൊണ്ടാണ് ഈ യുവാക്കൾ തെരുവിലിറങ്ങിയത്? പ്രശ്നം വെറുമൊരു നീറ്റ് പരീക്ഷാ തട്ടിപ്പ് മാത്രമല്ല, മറിച്ച് ചോദ്യപേപ്പർ ചോർച്ചകൾ, കവർന്നെടുത്ത ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി, നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ, അയോധ്യയിലെ ഫണ്ട് വെട്ടിപ്പുകൾ മുതൽ ഒലിച്ചുപോയ പാലങ്ങൾ വരെയുള്ള മോശം ഭരണം, ചോദ്യങ്ങൾക്ക് മുൻപിൽ തോളുയർത്തി കാണിക്കുന്ന ഭരണാധികാരികളുടെ നിഷ്ക്രിയത്വം എന്നിവയ്ക്കെല്ലാമെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് CAA വിരുദ്ധ പ്രക്ഷോഭത്തെ ഒടുവിൽ കോവിഡ് ലോക്ക്ഡൗൺ തടയുകയും കർഷക സമരത്തിൽ 1 വർഷത്തോളം ഖാലിസ്ഥാനികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടും കർഷകർ പിന്മാറാതായപ്പോൾ ഒടുവിൽ ആ നിയമം പിൻവലിച്ച് ഭരണകൂടത്തിന് തലകുനിക്കേണ്ടി വരികയും ചെയ്തതുപോലെ ഇന്ന് അതിലും വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിനാണ് രാജ്യത്തിൻ്റെ യുവത്വം തുടക്കമിട്ടിരിക്കുന്നത്. പതിവ് പോലെ വർഗീയതയുടെ കോണുകൾ തിരയാനോ വിദേശ കരങ്ങൾ എന്ന് കുറ്റപ്പെടുത്താനോ ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് BJP തങ്ങളുടെ ഏറ്റവും അവസാനത്തെ അടവ് പുറത്തെടുത്തു: പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കുക, പിന്നെ ക്രൂരമായ അക്രമം പടച്ചുവിടുക. സ്വന്തം രാജ്യത്തെ യുവാക്കളെ നേരിടാൻ അവർ അർദ്ധസൈനിക വിഭാഗത്തെ തെരുവിൽ അണിനിരത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ കാര്യം വേറെ രീതിയിലാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ചു കൊടുത്ത ജനക്കൂട്ടമല്ല. ഇത് ഇന്ത്യയിൽ സ്വയം ഉയർന്നു വന്നൊരു ജനരോക്ഷമാണ്. അതാണ് മോദിയെ ഇത്രമേൽ ഭയപ്പെടുത്തുന്നതും. ശ്രീലങ്കയിലും നേപ്പാളിലും ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണാധികാരികളെ അട്ടിമറിച്ച ചരിത്രം നരേന്ദ്രമോദിയുടെ ഉറക്കം ഇന്നും കെടുത്തുന്നുണ്ട്. മാധ്യമങ്ങളെ വിലക്കെടുത്തും ഏജൻസികളെ പൂട്ടിയിട്ടും അടക്കി ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ വ്യാമോഹത്തിനാണ് ജന്തർ മന്ദറിലെ തെരുവുകളിൽ വിരാമമാകുന്നത്. ആസൂത്രിത രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊന്നും ഭേദിക്കാൻ സാധിക്കാത്ത വിധം ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് തിളച്ചുപൊന്തിയ അമർഷമാണിത്. ഈ ചെറുപ്പക്കാരെ നേരിടാൻ അർദ്ധസൈനിക വിഭാഗത്തെ ഇറക്കുമ്പോൾ ഭരണകൂടം ഓർക്കേണ്ട ഒന്നുണ്ട്: ശ്രീലങ്കയിലും നേപ്പാളിലും ജനങ്ങൾ അധികാരത്തിൻ്റെ മതിലുകൾ തകർത്തത് ഇതേ നിരാശയിൽ നിന്നായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.